ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇൻകം ടാക്സ് നമ്മൾ നേരത്തെ കിട്ടിയ ഫിനാൻഷ്യൽ ഇയർ, ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ 2023 2024 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ട്രാൻസാക്ട് ചെയ്ത ഓഹരികളിൽ കിട്ടിയ ലാഭം, അത് ഷോർട്ട് ടൈം ആവാം, ഒരു വർഷത്തിന് താഴെ വാങ്ങി വിറ്റതിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും, ഒരു വർഷത്തിന് കൂടുതൽ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ ലാഭത്തിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും, LTCGയും STCGയും. അപ്പം ഈ ടാക്സ് നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റും. ഇപ്പോൾ ഷോർട്ട് ടൈമിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ, STCG മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ ഈ വർഷം വാങ്ങി ഈ വർഷം തന്നെ വിറ്റു, അതിൽ കിട്ടിയ ലാഭം അതിന് 15% ഓൺ പ്രോഫിറ്റ് ടാക്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ വരുമാനത്തിനനുസരിച്ചിട്ടാണ് ടാക്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2.5 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഒരാളുടെ വരുമാനം, മൊത്ത വരുമാനം 2.5 ലക്ഷം രൂപയ്ക്ക് 2.5 lakh rupees താഴെയാണ് മൊത്ത വരുമാനമെങ്കിൽ ആൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല. ജനറൽ കാറ്റഗറിയിൽ ഇപ്പോൾ 60 വയസ്സിന് താഴെയുള്ള ആൾ, ഇപ്പം 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിനും ടാക്സ് കൊടുക്കേണ്ട. സൂപ്പർ സീനിയർ സിറ്റിസൺ 80 വയസ്സിന് മുകളിൽ, 80 വയസ്സ് പൂർത്തിയായ ആൾ ആണെങ്കിൽ 5 ലക്ഷം രൂപ വരെയുള്ള മൊത്ത വരുമാനത്തിനും ടാക്സ് കൊടുക്കേണ്ട. നിലവിലെ ടാക്സ് ലാബുകൾ അനുസരിച്ച് ഇന്നത് ഓൾഡ് റീജിയൻ കാറ്റഗറിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ലാഭത്തിന് ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്നുള്ളത് ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളിനും ഈ ടാക്സ് പേയേഴ്സിനെ സംബന്ധിച്ച് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ടാക്സ് ലാബിനനുസരിച്ചാണ് അത് തീരുമാനിക്കേണ്ടതും വേണോ വേണ്ടയോ എന്നുള്ളത്. ഷോർട്സ് വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഒരു പർപ്പസ് നമ്മൾ പലരും ചോദിക്കാറുണ്ട്, അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ചെയ്തുകൂടെ എന്ന്. പക്ഷേ ഷോർട്സ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് പറഞ്ഞാൽ എല്ലാവർക്കും തിരക്കാണ് എന്നുള്ള രീതിയിലാണ് പറയണത്. എന്നാൽ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ പോലും ആൾക്കും തിരക്കാണ്, എന്തിൻ്റെയാണെന്നൊരു പിടിയില്ല. അപ്പം എല്ലാവർക്കും ഇത് പെട്ടെന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു ഷോർട്ട് കട്ട് പോലെയാണ് എല്ലാവരുടെ മനസ്സിലുള്ളത്. ഷോർട്ട് കട്ട് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷോർട്സ് വീഡിയോസ് ചെയ്യുന്നത്. 1 മിനിറ്റിൽ താഴെ, 20-30 സെക്കൻഡൊക്കെയാണ് മിക്കവാറും വീഡിയോസ് ഉണ്ടാവാറുള്ളത്. അതിൽ കണ്ടൻറ്റ് തീർക്കാൻ വലിയ പാടാണ്. എന്നാലും നമ്മളിത് കുറച്ചൊക്കെ അധികം ആൾക്കാർ കാണട്ടെ, ഈ ഫ്യൂച്ചറിൽ അതിലേക്ക് അങ്ങ് എത്തും, ഈ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവും എന്നുള്ള ധാരണയിൽ നമ്മളത് ചെയ്യുന്നതാണ്. അപ്പോഴും ബിഗിനേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കും. സ്റ്റിൽ അവരും ഒരുപാട് പേര് കാണുന്നുണ്ട്, കമൻസ് വരുന്നുമുണ്ട്.